ഇതുവരെ തല്ല് കൊടുത്തിട്ടേ ഉള്ളൂ, വാങ്ങിയിട്ടില്ല. കണ്ടവന്റെ തല്ലും വാങ്ങി പോലീസിന്റെ ഇടിയും കൊണ്ട് മൂക്കിന്റെ പാലവും തകർത്തോണ്ട് വന്നിരിക്കുന്നു എരപ്പാടി. നത്ത് ഇലക്കും പോലെ എന്തോന്നാടാ ഇത്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറയടാ. അയ്യോ അച്ഛാ, പോലീസുകാർ ഇടിച്ചില്ല, മൂക്ക് കൊണ്ട് 100 പ്രാവശ്യം അമ്മ എന്നെഴുതിച്ചതേ ഉള്ളൂ എന്നാ ഏട്ടൻ പറയണേ. 100 അല്ല 1000 പ്രാവശ്യം എഴുതിച്ചു. നന്നായി. ഒരു പ്രാവശ്യമെങ്കിലും നീ എന്നെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ? ആ ഇൻസ്പെക്ടർക്ക് നന്ദി പറയണം. പോസ്റ്റ്. അതെ അതെ, സത്യം എടുത്തി പറഞ്ഞത്. ഇന്നത്തെ ലവ് സീൻ കലക്കി. യമുന വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. യമുനാറാണിക്ക് ഇപ്പൊ നമ്മളില്ലാതെ വയ്യതായിരിക്കും. നമുക്കും അങ്ങനെയാണല്ലോ. അച്ഛാ, യമുനാറാണി പറയാണ്. അച്ഛാ, അമ്മാവാ അമ്മവാ, അച്ഛാ, 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 നമ്മുടെ അച്ഛൻ പോയടാ. ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേട്ടാ എന്റെ അച്ഛാ. ഇല്ല, അച്ഛൻ ചത്തിട്ടില്ല മക്കളെ. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നുള്ള അവസ്ഥയായി. ഇതാ എന്താ സിനിമാ നടന്മാർക്കൊന്നും നാവില്ലേ? ഫോൺ ബില്ല് എഴുതി വന്നിരിക്കുക. ചെറിയ തുകയുള്ളൂ, 24,639 റുപ്യ. 24,639 രൂപയെന്ന്. 24,639 രൂപയെന്ന്. ഒയറില്ലാത്ത മൊബൈലിന് ഇത്രയും രൂപയോ? ഇന്നോ നേരിട്ട് കണ്ട് പറയേണ്ടതും ഒരു കാർഡിൽ എഴുതി ഇടേണ്ടതും ഒക്കെ എല്ലാവരും ഫോണിലല്ലേ വെച്ച് താങ്ങിയത്. ഹോ, എന്തൊരു അത്യാവശ്യമായിരുന്നു ഫോണിന്. കൊണ്ടുപോയി അടയ്ക്ക്. ഞമ്മളോടാ കളി. ഹൈദ്രോസ് 3 ബിലീസുകളുണ്ടല്ലോ ഇവിടെ. മഹിഷി പരമേശ്വരൻ പിള്ള സാറേ. മഹിഷി അല്ല, മുൻഷി. എന്ത് ഹലാക്കെങ്കിലും ആകട്ടെ, സാറ് ഞമ്മളോട് ക്ഷമിക്കണം. എന്താടാ ഹമുക്കികളെ ഇടപാട് തീർക്കാണ്ട് മുങ്ങി നടക്കണത്? മൂപ്പരെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സോഫ, കസേര എന്ന് വേണ്ട എല്ലാ ലൊട്ടിലൊടുക്കും കൂടി 1,16,000 ഉറുപ്പ്യ ഞമ്മക്ക് കിട്ടാനുള്ളതാ. പിന്നെ പലിശ. ഞമ്മള് കടം കൊടുത്തത് ഇവരുടെ ഉദ്യോഗവും പത്രാസം കണ്ടിട്ടൊന്നുമല്ല. പിന്നെന്താ, നിങ്ങൾ ഒറ്റ ഒരാളെ ഓർത്തിട്ടാ ഞമ്മടെ കായ് തരണണ്ട. എന്നോടൊരു വാക്ക് ചോദിക്കാതെ കൊടുത്ത കടത്തിന് ഞാൻ ബാധ്യസ്ഥനല്ല. അതേ, എത്രയും പെട്ടെന്ന് പണം കൊടുത്ത് ഇടപാടുകാരെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. വലിയ സിനിമാക്കാരല്ലേ, കാശുണ്ടാവുമല്ലോ. അപ്പുറത്ത് താമസിക്കണ നടിയും നിങ്ങളും തമ്മിൽ ലോഹ്യത്തിലാണെന്ന് ഇവിടെ ഒരു പഹയ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ ഞമ്മളും കേട്ടല്ലേ. അത് ഞാനാ. ആഹാ, അപ്പൊ പണം കിട്ടിക്കാണുമല്ലേ? എണ്ണി വെക്കി. ഒരു മാസത്തെ അവധി കൂടെ. ഒന്നും പറയണ്ട. കടം കൊടുത്താ ഇടം കൂടി കൊടുക്കണമെന്നല്ലേ പറയണത്? അങ്ങനെ പറയണണ്ട. ഉണ്ടിക്കാ എന്നാ ഞമ്മടെ കിതാബിൽ അങ്ങനെ പറയണില്ല. കടം തന്നാ മേടിക്കാ ഈ ഹൈദ്രോസിന് അറിയാം. കാതറൂട്ടിയെ ഇങ്ങോട്ട് ഇറങ്ങി പാടാ. ഈ അകത്തേക്ക് എന്നാ ടിവിയും ഫ്രിഡ്ജും കസേരയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്. ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങളുടെ സമ്മതം ആരെങ്കിലും ചോദിച്ച പാടാ കാതറൂട്ടിയെ. അതാണ് ഞമ്മൾ പറയുന്നത്. അങ്ങനെ വേണം, അങ്ങനെ വേണം. കാണടി പൂരം, മുനുഷിയുടെയും മക്കളെയും ഒരു ഗതികേടെ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. ഫ്രിഡ്ജും ടിവിയും സോഫ സെറ്റും ഒക്കെ ഹൈദ്രോസ് കൊണ്ടുപോക്കോട്ടെ. ബാക്കി പണം അന്വേഷിച്ചാൽ മതിയല്ലോ. ആ പുതിയ മനസ്സിരിക്കട്ടെ. വീട്ടിൽ നിന്ന് സാധനം പെറുക്കിക്കൊണ്ട് പോകുന്ന നാട്ടുകാർ കണ്ടാലേ ഞങ്ങൾക്ക് അതിന് നാണക്കേട്. നാട്ടുകാർ കണ്ടോട്ടെ എന്ന് വെക്കാം. ആ യമുന കണ്ടാലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരിക്കണ്ടേ? നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞതാ വലിയ ആഡംബരമൊന്നും വേണ്ടാന്ന്. സമ്മതിക്കത്തില്ല. അവിടെ ഒരു പ്രസ്റ്റീജ് ഷൂസ്.
നീ പറഞ്ഞതാണ് അതിന്റെ സത്യം. യമുനാ റാണിക്ക് വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ തൂങ്ങിച്ചാവുന്ന ഭീഷണിപ്പെടുത്തിയവളാ ഇവള്. ഇപ്പൊ അവളുടെ നിൽപ്പ് കണ്ടില്ലേ? അണ്ടി കളഞ്ഞ അണ്ണാന്റെ പോലെ. അമ്മിയിൽ അടച്ചാൽ അഭിമാനക്ഷതം. ഗ്രൈൻഡർ മേടിക്കണം. ജന്മത്തെ നീ നിന്റെ വീട്ടുകാരൻ കണ്ടിട്ടുണ്ടോ ഗ്രൈൻഡർ? ഒക്കെ വാങ്ങി കൂട്ടുന്നവരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ നീയൊക്കെ? പെണ്ണുങ്ങളായ അങ്ങനെ പലതും പറയും. ആണുങ്ങൾ അത് കേട്ട് തുള്ളാൻ നിൽക്കുന്നതിന് കൊണ്ടുപോയി അടക്കി. നിന്റെ കരണക്കുറ്റി ഉണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. തടയണ്ട, ഞാൻ കൊല്ലട്ടെ. കൊല്ലാൻ 5 പിള്ളേരുടെ അമ്മയായപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടെന്നായി. കൊല്ലാൻ നിന്നെ അതെ, നമ്മൾ ഇങ്ങനെ പരസ്പരം കൊല്ലാൻ നിൽക്കണ്ട. ആ കാതർ കൂട്ട് കയറി നമ്മളെ കൊല്ലായിരിക്കാനുള്ള വഴി നോക്ക്. 3 പേര് കൂടെ നോക്കിയാ മതി. എത്രയും വേഗം പണം കൊടുത്ത് അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. എടി കുരുടി, നിന്റെ ഈ സോഡാക്കുപ്പി കണ്ണടം തല്ലി പൊട്ടിക്കും. ആ ചേട്ടാ, ഐഡിയ കിട്ടി പോയി. നമുക്ക് ഇവളമാരുടെ ആഭരണം ഊരി കൊടുക്കാം. ഊരടി, മാല ഊരടി. തരില്ല, എന്റെ മാല തരില്ല, അതെന്താ തരില്ല എന്ന് പറഞ്ഞു? ഇല്ല, തരില്ല, ഞാൻ തരില്ല. നീ തരും, നീ തരും. എന്നെ കെട്ടിച്ചോണ്ട് തരില്ല. എന്റെ അമ്മ നെല്ലിച്ചിട്ട് മുതലിച്ചുണ്ടാക്കിയതാ. ഇനി അരിച്ചിട്ട് മുതലിക്കാൻ മതി. എന്നെ വട്ടം ചിറ്റി കളിപ്പിക്കരുത് നീ. ഊരടി. ഇല്ല, ഞാൻ തരില്ല. എന്റെ മുത്തശ്ശി എനിക്ക് തന്ന കല്ലുവളയാ. ഇത് ഞാൻ തരില്ല. അറിയാടി, ഈ കല്ലുവളയുടെ പേരിൽ നിന്റെ മുത്തശ്ശി മുത്തച്ഛനെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച കഥകളൊക്കെ എനിക്ക് അറിയാടി. ഇനി എന്റെ വംശ പരമ്പരകൾക്ക് അത് ഉണ്ടാകരുതടി. നിന്റെ കല്ല് വെച്ച നുണയേക്കാൾ വലുതല്ലടി നിന്റെ ഈ കല്ലുവള. ഊരടി, അങ്ങനെ പോരട്ടെ. അതും കൂടെ എനിക്ക് വേണം. പോലും ഞാൻ തരില്ല. നീ തരും. എന്ത് ചേട്ടാ കാണിക്കാൻ? ആൾക്കാർ നിൽക്കണ കണ്ടില്ലേ ചേട്ടാ? എന്ത് ചേട്ടാ? ആഹാ, അങ്ങനെ 5 പവന്റെ അരഞ്ഞാൻ ഒട്ടോട്ട് നീ ഞെളിയണ്ട അടി. അയ്യോ, എന്റെ അറിഞ്ഞാണ് പോയി. ഓ, അവന്റെ തൊലിക്കെട്ടി. കുറച്ച് സ്വർണ്ണുണ്ട്. ഇങ്ങോട്ട് തരി. ഞങ്ങൾ ഇത് പണയം വെക്കാനോ വിൽക്കാനോ പോയ അച്ഛനറിയും. അതുകൊണ്ട് നിങ്ങൾ ഇത് വിറ്റെടുത്തോ. ബാക്കി എത്രയാന്ന് വെച്ചാ പണവും പലിശയും ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. ഇനി പണത്തിന് ഇങ്ങോട്ട് വരരുത്. സ്വർണം തന്ന കാര്യം ഒരിക്കലും അച്ഛൻ അറിയാനും പാടില്ല. വലിയ അഭിമാനിയാ. ഇത് നിങ്ങൾക്ക് നേരത്തെ ആകാറുന്നില്ലേ? പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ മുതലാ. കൊണ്ടുപോക്കോ. പോണ വഴിക്കൊരു സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് വന്നാ പോരെ. ഹൈദ്രോസേ, ഫോണിന്റെ പൈസ അടച്ചില്ലെങ്കിൽ 3 പേരും അകത്താവുന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. അകത്താകുവോ? ആ, ജയിലിൽ കിടക്കാന്ന് വെക്കാം. പക്ഷെ മുൻമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഗോതമ്പുണ്ട കഴിക്കണല്ലോ എന്ന് ഓർക്കുമ്പോ ദൈവമേ, ഞാനും എന്റെ 5 പിള്ളേരും വഴിയാതോരാവോ? എന്നാ തോന്നണേ. ഓ, ഏതോ ഒരു ഹിന്ദി കവി പാടിയതുപോലെ മേരാ മൻ അശാന്ത് ഹേ കൗസു അശാന്ത് ഹേ. ഒരു വഴിയുണ്ട്. യമുനോട് ചോദിച്ചാ പണം കിട്ടും. പണമില്ലെങ്കിൽ യമുനോട് ചോദിക്കാനല്ലേ അമ്മാവൻ പറഞ്ഞത്. അതൊരു കളിയാക്കലാണ്. എന്നാലും നമ്മൾ ചോദിച്ചാ യമുന പണം തരുമെന്നുള്ളത് ഉറപ്പാ. കടവും വിട്ട അമ്മാവന്റെ മുമ്പിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. എന്താ ഐഡിയ? ഐഡിയ. നന്ദേട്ടൻ ഒറ്റയ്ക്ക് പോയാ മതി. ഒരു നയത്തിനൊക്കെ ചോദിച്ച കിട്ടുന്നു. മനസ്സിലായില്ലേ? ആ കൗസു മുജെ ആലിംഗം കരോ. അങ്ങനെ യമുനാ റാണിയുമായി തനിച്ച് സംസാരിക്കാൻ ഒരു അവസരമായി. ഭാര്യമാരായ ഇങ്ങനെ വേണം. എന്റെ ഹിന്ദു മാലയും വളയും പോയവരുടെ ദുഃഖം മനസ്സിലാക്കാം. അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. നിന്റെ പൊന്നരഞ്ഞാണം ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ അരഞ്ഞാണ് എന്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അരഞ്ഞാണം വരെ കാണത്തക്ക വിധം നീ നടക്കരുത്. എന്താ വീട്ടുകാരെ നിന്റെ അരയെ തപ്പി നോക്കൂ? അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചോദിച്ചാ യമുനാ റാണി 50,000-മോ 1,00,000-മോ ഒരു മടിയും കൂടെ അതെടുത്ത് തരും. അത് വേണോ? തരുമോ? തരും തരും തരും. ഞാനല്ലേ പറയണേ, തരും. ഞാൻ പോയി ചോദിക്കാം. അത് വേണ്ട. അങ്ങനെ എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ പോവാം. എന്നാ അത് മതി. എടി മണ്ടി, യമുനയെ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചതാ. നീയായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, നന്ദി. എന്താ ആലോചിക്കണേ? അല്ല, നിന്നോട് യമുനയ്ക്കുള്ള അറ്റാച്ച്മെന്റ്. ആ, ഞങ്ങൾ അങ്ങനെയാ. പിന്നെ ഏട്ടനൊന്നും അറിയരുത്. രാത്രി പോയാ മതി. ദേ, യമുനായിട്ട് പണം വാങ്ങി ക്രെഡിറ്റ് നമുക്ക് തന്നെ കിട്ടണം. രണ്ട്. ഇയാൾക്ക് ഉറക്കമില്ലേ? മൂന്ന്.
अंदर आ सकता है? ഹായ് என்ன നന്ദ സാർ இந்த நேரத்துல कुछ नहीं यमुना रानी की इष्टപ്പെട്ട ആപ്പിൾ ആപ്പിൾ പസന്ത് है ना? தேங்க் யூ മണി என்ன தெரியுமா ആ ഇന്നെടുത്ത പാഠം കാണാതെ പഠിച്ചോ? ക, ഗ, 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 ങ, ച, ച, ജ, ജ, ஞ. அது கேட்கவா வந்தீங்க சொல்லுங்க வந்த விஷயம் என்ன என்னமோ மறைக்கிறீங்க ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. യമുന റാണിയായിട്ട് സംസാരിച്ചിരിക്കാലോ ഒന്ന്. இவ்வளவு தானே ആ, ஐ அம் ஆல்சோ கெட்டிங் போர்ட் வாங்க உட்காரலாம் ആ. உங்க வைஃபையும் கூட்டிட்டு வந்திருக்கலாமே അതൊക്കെ നമുക്കൊരു ശല്യാവില്ലേ? യമുനേ അയ്യോ എന്റെ അനിയൻ, അവനെന്തിനാ ഈ നേരത്ത്? ബദ്മാഷ്, ഹുലുകപ്പെട്ട. நீங்க இங்க வந்தது அவங்களுக்கு தெரியாதா ഇല്ല, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് അവൻ കണ്ട പ്രശ്ന. அதனால என்ன വേണ്ട, അവൻ അറിയണ്ട. ഞാൻ ഈ സോഫയുടെ പിന്നിൽ ഒളിച്ചോളാം. അവനെ പെട്ടെന്നൊന്ന് ഒഴിവാക്കിയാ മതി പ്ലീസ്. വായി നോക്കിയാണേ. ഹലോ യമുന റാണി. ஹலோ கோபன் சார் நீங்களும் ஏதாவது gift கொண்டு வந்திருக்கீங்களா എന്ന് വെച്ചാ വേറെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാച്ചാ? என்னோட ஒரு ஃபேன் இப்பதான் ஆப்பிள் கொண்டு வந்து கொடுத்திருக்காரு ഓ യമുന റാണി, ഇതുപോലെ അണ്ടനും അടകൊണ്ടനും കൊണ്ടുവരുന്നു വാങ്ങിക്കരുത്. യമുന റാണി ഒരു ലോല ഹൃദയാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരം ശ്രീകൃഷ്ണപുരത്താർക്കില്ല. உங்க பெரிய அண்ணன் கொண்டு வந்தா അവൻ അണ്ണനാ. പൊണ്ണൻ എന്ന് പറയുന്നതാവും ശരി, വെറുതെ ചാപ്പാട്. ചക്കപ്പഴത്തിൽ ഈച്ച പൊതിഞ്ഞമാതിരി. അവരൊന്നും യമുന റാണി അടുപ്പിക്കരുത്. ஆமா நீங்க என்ன கொண்டு வந்திருக்கீங்க യമുന റാണിയുടെ സൗന്ദര്യം ഇതുപോലെ എന്നെന്നും നിലനിർത്താൻ 17ന്റെ സൗന്ദര്യം പൂത്തുലയാൻ ഞങ്ങളുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് മേനി മിനുസ കസ്തൂരി. ஆமா இது என்ன விலை വിലയോ? ഇതുപോലൊരു ചിരി മതിയല്ലോ. അയ്യോ മതി മതി, ഇപ്പൊ തന്നെ 10 ബോട്ടിലിന്റെ വിലയായി. உங்க சின்ன அண்ணன் வந்துட்டாரு മറ്റൊരു പൊണ്ണൻ ഉണ്ട കണ്ണൻ. യമുന റാണി ഇനി ഇവിടെ നിന്ന പ്രശ്നമാവും. ஏதாவது சோஃபா பின்னாடி ஒளிஞ்சுக்கோங்க இந்த சோஃபா ദാ കസ്തൂരി. ഹലോ റാണി. ഹലോ മിസ്റ്റർ കൃഷ്ണകുമാർ ദാ, താങ്ക്സ് ഈ നേരത്തെ എന്താ വന്നതെന്നായിരിക്കും. യമുന റാണി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? ആക്ടിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതി. ஆமா நீங்க இங்க வந்தது உங்க மனைவிக்கு தெரிஞ்சா ഒന്നുമില്ല. உங்க பிரதர்ஸ் ബ്രദേഴ്സ്, ബെഗേഴ്സ്. കലാഹൃദയമില്ലാത്ത ഇഡിയറ്റ്സ്. ഒരുത്തർ ഹിന്ദി വാദ്യർ, മറ്റൊരുത്തർ മെഡിക്കൽ റപ്പ്. 2 പോത്തന്മാർ ഇപ്പൊ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. உங்க அப்பா അച്ഛനാ എവിടെ? അയ്യോ, വിടല്ലേ. അയ്യേ. ദേ അതെ, ഞാൻ കാറ്റുകൊള്ളായിരുന്നതാ. മുത്തച്ഛാ, 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 മുത്തശ്ശന് എന്ത് പറ്റി മുത്തശ്ശ? ഒന്ന് പറയട്ടെ, ആ. യമുനാ റാണിയുടെ മാമി സന്താനവല്ലി വരുന്നെന്ന് കേട്ടു. ആ. എന്നാ അവരെ ഒന്ന് കണ്ട് ഈ റോസാപ്പൂ ഒന്ന് കൊടുക്കാന്ന് കരുതി ഞാൻ ഈ തൂട് വഴി കേറിയപ്പോഴാ അടിവയറ്റില് ഗുർമൻ പ്രശ്നം ഉണ്ടാക്കിയത്. പിടി വിട്ടുപോയടേ. താരം താരം തേരി ആ വീട്ടിൽ നിന്നായിരിക്കും. അച്ഛനും അമ്മയും വരണമെന്തോ. എന്റെ പറക്കോട്ട് ഭഗവതി, കല്ല് വെച്ച വള എവിടെയും ചോദിച്ചാൽ ഞാൻ എന്തൊരു സമാധാനം പറയും. ആ താരം താരം തേരിൽ വന്നിറങ്ങുന്നു തീരം എന്താ? യ്യോ. ആ, ആശ്വാസം. കത്ത് എനിക്കല്ല, ഇന്ദുവിനാ. ഇന്ദു, ഇന്ദു എവിടെ ആനന്ദം? അവൾക്കൊരു കത്തുണ്ട്. മോളിക്ക് തെറ്റി എന്റെ കൊണ്ട് തന്നു. ഓ എന്നാ ഏടത്തിക്കുള്ള കത്ത് എന്റെയിലാ കിട്ടിയിരിക്കണേ. പൊട്ടിച്ചെന്നേ ഉള്ളു, വായിച്ചില്ല കേട്ടോ. രണ്ടും ഒരുപോലത്തെ കത്ത്. നിനക്കൊരു കത്തുണ്ട് എന്തോ. കത്ത് എവിടെ എടുത്തി? രണ്ടാൾക്കും കത്തുണ്ടല്ലോ. കൗസല്യടുത്തിന്റെ വീട്ടിൽ നിന്നാ. നിനക്ക് ആരുടെ കത്താ ഇന്ദു? കാക്ക കരയണ കേട്ടപ്പോഴേ വിചാരിച്ചു ഒന്നീ കത്ത് വരും, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നു വരുമെന്ന്. ഇന്നലെ മുതൽ എന്റെ ഇടത്തെ കണ്ണ് തുടിക്കാൻ തുടങ്ങിയതാ. അപ്പോഴേ വിചാരിച്ചതാ ആരുടെങ്കിലും കണ്ണീര് കാണേണ്ടി വരുമെന്ന്. എന്താ ഇന്ദു വിശേഷിച്ച്? ഏടത്തിയുടെ കണ്ണു തുടിച്ച ഏടത്തിയാ കരയേണ്ടത്. ഏടത്തിക്കുണ്ടൊരു കത്ത്, അത് എനിക്കാ കിട്ടിയത്. ദാ വായിച്ചു നോക്ക്. എന്താ ആനന്ദം എഴുതിയിരിക്കുന്നത്?
ചേച്ചിയുടെ കത്തിൽ എഴുതിയിരിക്കുന്ന അതേ വാചകം തന്നെ. സഹോദരി, നിങ്ങൾ 3 പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. അയാൾ ഇപ്പോൾ യമുനയുടെ മാസ്മര വലയത്തിൽ തീർത്തും അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രായം മറന്ന ഒരു പ്രണയ കാവ്യം തന്നെ അവർ രചിക്കുകയാണ്. അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകിയെ ഹരം കൊള്ളിക്കുന്നു. അയാൾക്ക് യമുനയെയോ യമുനയ്ക്ക് അയാളെയോ പിരിയാൻ കഴിയാത്ത വിധം ബന്ധം ദൃഢമായി കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറുമെന്നാണ് സൂചന. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. ഒരഭ്യുദയകാംക്ഷി. മൂന്നാൾക്കും ഒരേ കത്ത്. എന്തായാലും എന്റെ നന്ദേട്ടനാവില്ല. 5 പിള്ളേരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല. കൃഷ്ണേട്ടനല്ല, അല്പം സിനിമാ ഭ്രാന്തുണ്ടെങ്കിലും ഇങ്ങനത്തെ വീക്ക്നെസ് ഒന്നുമില്ല. ഗോപേട്ടൻ പോവാൻ ഇമ്മിണി പുളിക്കും. യമുനേക്കാൾ ചന്തം എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും പറഞ്ഞതാ. ഡാർജിലിംഗ് ഡാർജിലിംഗ് എന്ന് അത്രയും വിളിക്കില്ല. ഇനി നന്ദേട്ടനായിരിക്കുവോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ?